ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ബാർബി ഡോൾ കേക്കിൻ്റെ ഐസിങ്ങും ഡെക്കറേഷനുമാണ് കാട്ടുന്നത്. ഞാൻ ഈ ബാർബി ഡോളിൻ്റെ കേക്ക് വേറെ ഡോൾ കേക്കിൻ്റെ മോൾഡൊന്നും ഇല്ലാതെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. ഈ ഒരു ഡോൾ കേക്ക് നമ്മൾ ഐസിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 1.25 കിലോ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിനായിട്ട് 6 മുട്ട വെച്ചിട്ടുള്ള ഒരു വൈറ്റ് സ്പോഞ്ചാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഡോൾ കേക്കിൻ്റെ മോൾഡിന് പകരമായിട്ട് ഇതുപോലെയുള്ളൊരു സെറാമിക്കിൻ്റെ മെറ്റീരിയലുള്ളൊരു പാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാവുന്ന ഓവൻ പ്രൂഫായിട്ടുള്ള ഏതെങ്കിലും പാത്രങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നോർമലി ബേക്ക് ചെയ്യുന്ന ബേക്കിംഗ് ടിൻ വെച്ചിട്ട് ഇതുപോലെ വൈറ്റ് സ്പോഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് സ്പോഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തിട്ട് വൈറ്റ് സ്പോഞ്ച് എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഈ ഒരു സ്പോഞ്ച് കേക്ക് ഒരു 4 ലെയറായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ കുറച്ച് പൊങ്ങിയിരിപ്പുണ്ട്, അത് കുഴപ്പമില്ല, നമുക്കത് മുറിച്ച് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ക്രീം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി 3 ലെയറും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഏകദേശം 1 ഇഞ്ച് കനത്തിലുള്ള 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ലെയറിൽ 1 ഇഞ്ച് കനമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്കത് ക്രീം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഡോൾ കേക്കിന് അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ള കേക്കായിരിക്കണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റേ മുകളിലുള്ളത് കളയാതെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ കേക്ക് 4 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കേക്കും ഇതുപോലെ തന്നെ 2 ലെയറായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ മോൾഡൊന്നും വാങ്ങിച്ച് കാശ് കളയണ്ട. ഈ ഒരു രീതിയിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. നോർമലി നമ്മൾ വീടുകളിൽ കറിയൊക്കെ എടുക്കുന്ന ചില്ല് പാത്രമോ അല്ലെങ്കിൽ ഇതുപോലത്തെ സെറാമിക്കിൻ്റെ പാത്രമോ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മുകളിൽ കുറച്ച് പൊങ്ങിയിരിക്കണം, ഞാനിതുപോലെ മുറിച്ച് മാറ്റുന്നുണ്ട്. പിന്നെ ബേക്ക് ചെയ്യാനായിട്ട് പാത്രം എടുക്കുമ്പോൾ എപ്പോഴും ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അധികം കട്ടിയില്ലാത്ത ചില്ലൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇത് 2 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് മുറിച്ച 2 കേക്ക് ഉണ്ടല്ലോ, അതാണ് മുകളിലായിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ 6 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഐസിങ് ചെയ്യാനായിട്ട് 2 കപ്പ് വിവോൻ്റെ നോൺ ഡയറി വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മീതേക്ക് ഫസ്റ്റ് നമ്മൾ മുറിച്ച മുകളിൽ പൊങ്ങിയിരിക്കുന്ന ആ ലെയർ ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം, ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യണം. ഈ ഒരു സ്പോഞ്ചിൻ്റെ മീതേക്ക് നമുക്ക് കുറച്ച് ക്രീം ഒന്ന് കൂടുതൽ വെക്കണം, കാരണം സൈഡൊക്കെ അത്ര ലെവലായിട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈഡൊക്കെ ഒന്ന് ലെവലായി കിട്ടാനായിട്ട് ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് നന്നായിട്ട് ക്രീം തേച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് പൊങ്ങിയിരിക്കണതൊക്കെ ആണെങ്കിൽ വെറുതെ മുറിച്ച് കളയേണ്ട ആവശ്യമില്ല, ഈ രീതിയിൽ ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ബേക്കറിയിലൊക്കെ അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് കറക്റ്റായിട്ടൊന്നും മുറിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും അബദ്ധമൊക്കെ പറ്റുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ക്രീം വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഓരോ ലെയറും ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്തിട്ട് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം ഫുള്ളായിട്ട്. ഇപ്പോൾ ലാസ്റ്റത്തെ ലെയറും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം, അതിനുശേഷം ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം മുറിക്കാം. പക്ഷെ ഞാനിപ്പോൾ അപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് കുറച്ച് എക്സ്പീരിയൻസ് ആയാലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും പെട്ടെന്ന്. എന്നിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു ഡോൾ കേക്കിൻ്റെ ഒരു ഷേപ്പ് അറിയാമല്ലോ, അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഡോൾ കേക്കിൻ്റെ മോൾഡ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഈ രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊരു ഷേപ്പിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്ത് എക്സ്ട്രാ വരുന്ന കേക്കൊക്കെ ഒന്ന് മുറിച്ച് മാറ്റണം.
ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് ക്രീമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് ഇതുപോലെ കുറച്ച് ക്രീം വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ക്രീം ഇതിന് വേണ്ടി വരില്ല, കാരണം നമ്മൾ അതിൻ്റെ മീതയ്ക്ക് വേറെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ക്രം കോട്ട് പോലെ കൊടുത്താൽ മതി. ഒരുപാട് ക്രീം വെച്ചിട്ട് ഫുൾ കവർ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്രീമൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡോള് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നോർമലി നമ്മൾ ഡോൾ കേക്കിന് യൂസ് ചെയ്യുന്ന ഡോളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിക്ക് പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അമർത്തി അടിയിലോട്ടാക്കി കൊടുത്താൽ. ഇപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ടുള്ള ഡോളാണ് യൂസ് ചെയ്യണമെങ്കിൽ നടുക്കൊരു ഹോൾ ഇട്ടിട്ട് വേണം ഈ ഒരു ഡോള് വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടൊന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വീടുകളിൽ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കട്ടിയുള്ള ഷീറ്റ് കിട്ടില്ലേ, പ്ലാസ്റ്റിക് ഷീറ്റ്, അതൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇപ്പോൾ നമ്മുടെ ഡോൾ കേക്ക് അത്യാവശ്യം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ബാക്കി ഡെക്കറേഷൻ ചെയ്യാം. അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒന്ന് റോസസ് വരച്ചു കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ ഡോളിന് ചുറ്റും ഇതുപോലെ റോസസ് ഒന്ന് വരച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഡോളിൻ്റെ കൈയൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് പെട്ടെന്നൊന്ന് എളുപ്പത്തിലൊന്ന് ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഹെയറും അതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹെയറൊക്കെ നമ്മുടെ ക്രീമിലോട്ടൊന്നും മുട്ടില്ല. ഈ ഒരു ഡോൾ കേക്കിൻ്റെ ഡോള് ഞാൻ എറണാകുളം പത്മ ജംഗ്ഷനിലുള്ള സ്റ്റെയിൻസ് ട്രേഡിങ്ങിൽ നിന്നാണ് വാങ്ങിയത്. ഏകദേശം 175 രൂപ വിലയുണ്ടാവും. അവിടെ എല്ലാത്തരം ഐറ്റംസും നമുക്ക് കിട്ടും. ഇതിൻ്റെ അടുത്ത ഡെക്കറേഷൻ ഞാൻ ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റോസസ് വരച്ചു കൊടുക്കാം. ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്. ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഈ പാവയുടെ മീതെ ഇങ്ങനെ ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഡ്രസ്സിൻ്റെ ഷേപ്പിൽ കിട്ടാനായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു ഡോൾ കേക്ക് വൈറ്റും പിങ്കും ഷെയ്ഡിലാണ് ചെയ്യുന്നത്. ഒരുപാട് വേറെ കളറൊന്നും ചേർക്കുന്നില്ല. ഒരുപാട് കളർഫുള്ളാക്കിയിട്ട് കാര്യമില്ല, കാരണം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ കളറൊക്കെ ചേർത്തിട്ട് ഐസിങ് ചെയ്യാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 ഷെയ്ഡിൽ മാത്രമേ എല്ലാ ഡെക്കറേഷനും ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഡോൾ കേക്കിൻ്റെ അത്യാവശ്യം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് റോസിൻ്റെ നടുക്കായിട്ട് ഞാൻ ആ പിങ്ക് കളറിലുള്ള സ്റ്റാർസ് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഒന്ന് ഭംഗിയുണ്ടാവും. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. ഈ ഒരു ഡോൾ കേക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൂടി ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. താങ്ക്